അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ഇറാഖിന്റെ മണ്ണിലുള്ള ഓരോ അമേരിക്കക്കാരനും തടവിലാക്കപ്പെടും. ഞങ്ങൾ ഇറാനൊപ്പമായിരിക്കും. 2019 അബു അൽ വാലായി നടത്തിയ ഈ ഭീഷണി വെറുതെ അല്ലായിരുന്നു എന്ന് തൊട്ടു പിന്നാലെ നടന്ന സംഭവങ്ങൾ തെളിയിച്ചു. മാസങ്ങൾക്കുള്ളിൽ തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ പുകഞ്ഞു തുടങ്ങി. വെറുമൊരു സായുധ സംഘ തലവനായിരുന്നില്ല ഇദ്ദേഹം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന പോരാളിയും ഇറാഖിലെ ഇറാന്റെ ശക്തിയും അബു അൽ വലായിയാണ്. ഇന്നയാളുടെ തലയ്ക്ക് കോടികൾ വിലയിട്ടിരിക്കുകയാണ് അമേരിക്ക. $10 ദശലക്ഷം, ഏകദേശം 94 കോടി ഇന്ത്യൻ രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാണ് അബു അൽ വലായി? ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ പങ്ക്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാഖിലെ അതിശക്തമായ സായുധ ഗ്രൂപ്പുകളിലൊന്നായ കതൈബ് സയ്യിദ് അൽ ഷുഹദയുടെ അമരക്കാരനാണ് അബു അല അൽ വലായി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇദ്ദേഹമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വാലായി ഇറാഖിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തിയാണ്. 2013 രൂപീകൃതമായ കതൈബ് സയ്യിദ് അൽ ഷുഹദയുടെ സെക്രട്ടറി ജനറലായ ഇദ്ദേഹം തുടക്കത്തിൽ സിറിയയിലെ ഭരണകൂടത്തെ സഹായിക്കാനാണ് സായുധ സേനയെ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാഖിലെ US താൽപര്യങ്ങൾക്കും സൈനികർക്കും നേരെ വലായി ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അബു അല അൽ വലായെക്കുറിച്ചോ അയാളുടെ ഒളിത്താവളത്തെക്കുറിച്ചോ കൃത്യമായ വിവരം നൽകുന്നവർക്ക് $10 മില്യൺ ഇനാമായി നൽകുമെന്നാണ് പ്രഖ്യാപനം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പദ്ധതിയിലൂടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. ഹാഷിം ബനിയാൻ അൽ സറാജി എന്നാണ് യഥാർത്ഥ പേര്. യുവാവായിരിക്കെ ഇസ്ലാമിക് ദവാ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. അന്നത്തെ ഇറാഖ് ഭരണാധികാരി സദ്ദാം ഹുസൈനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യം വധശിക്ഷയാണ് വിധിച്ചതെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2002 ജയിൽ മോചിതനായത്. 2003 അമേരിക്ക ഇറാഖ് അധിനിവേശം നടത്തിയതോടെ വലായി തന്റെ പോരാട്ടം അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു. ഷിയ പ്രതിരോധ ഗ്രൂപ്പുകളുടെ ഭാഗമായ അദ്ദേഹം ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രമുഖ മിലീഷ്യ ഗ്രൂപ്പായ കതൈബ് ഹിസ്ബുള്ളയിൽ അംഗമായിരിക്കെ അമേരിക്കൻ സൈന്യം അദ്ദേഹത്തെ വീണ്ടും തടവിലാക്കി. 2011 അമേരിക്കൻ സൈന്യം ഇറാഖ് വിട്ടു പോയപ്പോഴാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. പിന്നാലെ 2013 കതൈബ് ഹിസ്ബുള്ളയിൽ നിന്ന് വേർപിരിഞ്ഞ് കതൈബ് സയ്യിദ് അൽ ഷുഹദ എന്ന സായുധ സംഘടന രൂപീകരിക്കുകയായിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പിന്തുണയോടെയും പരിശീലനത്തോടെയുമാണ് ഈ സംഘടന സ്ഥാപിതമായത്. കഴിഞ്ഞ വർഷം നവംബറിൽ വലായിയെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അമേരിക്ക. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന 100 കണക്കിന് ആക്രമണങ്ങളിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് US ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് മാരകമായ ആക്രമണങ്ങൾ നടത്താൻ ഇറാന്റെ വലിയ തോതിലുള്ള സാമ്പത്തിക സൈനിക സഹായം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പണം മാത്രമല്ല, വിവരങ്ങൾ നൽകുന്നവർക്ക് അമേരിക്കയിൽ സ്ഥിര താമസത്തിനുള്ള അവസരം വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇറാഖിലെ രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇറാഖി പാർലമെന്റിലെ ഏറ്റവും വലിയ സഖ്യമായ കോർഡിനേഷൻ ഫ്രെയിംവർക്കിലെ ഒരു പ്രധാന നേതാവായതിനാൽ ഭരണതലത്തിൽ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇത്തരത്തിൽ ശക്തമായ രാഷ്ട്രീയ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ വലായിയെ പിടികൂടുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വലായിക്കെതിരെ അമേരിക്കയുടെ നീക്കം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാഖ് സർക്കാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാഖ് രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു നേതാവിനെ ലക്ഷ്യം വെക്കുന്നത് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് കാരണമായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്.